അസാധാരണമായ ഒരു സമരത്തിലൂടെയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലൂടെയും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് CJPയുടെ സമരം. ഡിജിറ്റൽ സമരത്തിലൂടെയാണ് നമുക്കറിയാം CJP തുടങ്ങിയത്. അത് പിന്നെ തെരുവിലേക്ക് പടരുകയായിരുന്നു. CJPയുടെ സമര വിജയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ക്യാമ്പയിൻ ഇതാ വ്യാപിക്കുന്നു. അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. E20 ജനതാ പാർട്ടി എന്ന പേരിൽ രൂപം കൊണ്ട ഓൺലൈൻ കൂട്ടായ്മ എഥനോൾ കലർത്തിയ പെട്രോളിനൊപ്പം 100% ശുദ്ധമായ പെട്രോളും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന നയത്തെയും മന്ത്രി നിതിൻ ഗഡ്കരിയെയും ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. PR സുനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുനിൽ, വലിയ ചോദ്യമായിരുന്നു പ്രധാന പിന്നാലെ ആര് എന്നത്. ഇപ്പോഴിതാ നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പുതിയൊരു ക്യാമ്പയിൻ നമ്മൾ കാണുന്നു. CJP മാതൃകയിൽ തന്നെ EJP അല്ലേ? വിനീത, ഗുഡ് ഈവനിങ്. തീർച്ചയായും ഇത് ഗൗരവമായ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പുതിയൊരു സമരത്തിലേക്ക് രാജ്യത്തെ വാഹന ഉടമകൾ നീങ്ങുകയാണ്. ഇത് രാജ്യത്തെ വാഹനം ഉപയോഗിക്കുന്ന വാഹന ഉടമകളായിട്ടുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന പെട്രോളിൽ 20% നിർബന്ധിത എത്തനോൾ കലർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ പെട്രോളിൽ 20% എത്തനോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് വാഹനങ്ങളെ കേടാക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും രാജ്യത്ത് ഉയരുന്ന ആശങ്ക. രണ്ടാമത്തെ വിഷയം, ഈ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ അത് മൈലേജിൽ ഉണ്ടാക്കുന്ന കുറവാണ്. അപ്പോൾ വാഹന ഉടമകളായിട്ടുള്ള ഭൂരിഭാഗം പേരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. ഇതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. അതിനാൽ ഇത് ഗൗരവമായ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു പാർട്ടി രൂപം കൊള്ളുന്നു. CJP പോലെ തന്നെ മറ്റൊരു പാർട്ടി രൂപം കൊണ്ടുകൊണ്ട് ഇതൊരു വലിയ പ്രതിഷേധമായി മാറുകയാണ്. ഇപ്പോൾ ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഇത് വലിയ രാഷ്ട്രീയ നീക്കമായി കൂടി ഇതിനെ കാണുകയാണ്. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ടാക്സി തൊഴിലാളികൾ, ഈ ടാക്സി ഉടമകൾ ഈ വിഷയത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് വീണ്ടും രാജ്യത്ത് വലിയൊരു സമരമായി പടരാൻ പോവുകയാണ്. E20 പെട്രോൾ എന്ന് പറയുന്നത് രാജ്യത്തെ വാഹന ഉടമകളുടെ മൗലിക അവകാശത്തിന് നേരുള്ള കടന്നുകയറ്റമാണ്. അവർക്ക് ശുദ്ധമായ പെട്രോൾ ലഭ്യമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അത് നൽകാതെ അവർക്ക് എത്തനോൾ കലർത്തിയ പെട്രോൾ നൽകുന്നതിലൂടെ മൗലികാവകാശം ഇവിടെ ലംഘിക്കപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപമുയരുന്നത്. സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കരിമ്പ് കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് എത്തനോൾ ഉപയോഗിക്കുന്നത്, എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ വിഷയം, പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഉയരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇതിൽ രണ്ട് സാഹചര്യങ്ങളും മറികടക്കാനുള്ള മറ്റ് സാധ്യതകൾ ഉണ്ടായിരിക്കെ പെട്രോളിൽ എന്തിന് ഇത്രയും എത്തനോൾ കലർത്തുന്നു, ഇത് വാഹനങ്ങളെ കേടാക്കുന്നു എന്ന പ്രശ്നത്തിൽ ഒരു ശാസ്ത്രീയമായ മറുപടി ഇതുവരെ കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. രണ്ട്, മൈലേജ് കുറയുന്ന കാര്യത്തിലും സർക്കാരിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. നേരത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നത്. അപ്പോൾ മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇത്തരമൊരു പെട്രോൾ എങ്ങനെയാണ് രാജ്യത്ത് വിൽക്കുക എന്നൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലാണ്, ചോദ്യങ്ങൾക്ക് മുന്നിലാണ്. ഇപ്പോൾ CJP വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയതുപോലെ തന്നെ ഇപ്പോൾ E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സർക്കാർ ചോദ്യമുനയിലാണ്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ രാജ്യത്ത് പടരുകയാണ്. ശരി, ഏതായാലും CJPക്ക് പിന്നാലെ EJP ഉയർത്തുന്ന വാദങ്ങളും അല്ലെങ്കിൽ ആ ക്യാമ്പയിനും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്നതാണ് വാസ്തവം. ഏതായാലും സ്വന്തം വാഹനത്തിന്റെ ഇന്ധന ടാങ്കിലേക്ക് എന്താണ് പോകേണ്ടതെന്ന് ഉപഭോക്താക്കൾ തന്നെ തീരുമാനിക്കട്ടെ. എക്സിലെ ബയോയിൽ E20 ജനതാ പാർട്ടി കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകളാണിത്. EJP ഡിജിറ്റൽ ക്യാമ്പയിൻ മണിക്കൂറുകൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയാണ്. എക്സിൽ ഇതിനോടകം 50,000-ലേറെ പേരും ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിനടുത്ത ആളുകളും EJPയെ പിന്തുടരുകയാണ്. ഓരോ മണിക്കൂറിലും ആയിരങ്ങളുടെ പിന്തുണയാണ് ക്യാമ്പയിന് ലഭിക്കുന്നത്. CJPക്ക് പിന്നാലെ മറ്റൊരു ഡിജിറ്റൽ ജനകീയ പ്രക്ഷോഭത്തിനും രാജ്യം സാക്ഷിയാകുമോ എന്നാണ് അറിയേണ്ടത്. K സജീഷാണ് ചേരുന്നത്. സജീഷ്, ഗുഡ് ഈവനിങ്. നമ്മൾ CJPയുടെ ഒരു വളർച്ച കണ്ടതാണ്, അതുപോലെ തന്നെ ആകുമോ EJP എന്നതാണ് ആകാംക്ഷ. ഏതായാലും ജെൻസി വെറുതെ ഇരിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ അടുത്ത ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് അവർ കൃത്യമായി രാഷ്ട്രീയ ബോധത്തോടെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ സജീഷ്? വിനീത, ഏതായാലും CJPയുടെ ക്യാമ്പയിന് സമാനമായ രീതിയിൽ തന്നെയാണ് E20 ക്യാമ്പയിനും
സമൂഹ മാധ്യമങ്ങൾ തരംഗമാകുന്നത് എന്ന് പറയേണ്ടി വരും. വളരെ അതിവേഗത്തിലാണ് ഈ ക്യാമ്പയിന് ഫോളോവേഴ്സ് കൂടുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് എക്സിൽ 20,000-ലേറെ പേരും ഇൻസ്റ്റഗ്രാമിൽ 27,000-ലേറെ പേരുമാണ് EJP ഫോളോ ചെയ്തെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഫോളോ ചെയ്താണ്. എക്സിൽ ഇപ്പോൾ 52,000-ലേറെ പേർ ഇതിനകം തന്നെ E20 ക്യാമ്പയിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അത് ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു. അതായത് ഒരു തരംഗമായി CJP കോക്രോച്ച് ജനതാ പാർട്ടി ക്യാമ്പയിന് സമാനമായതിൽ തന്നെ ഒരു തരംഗമായിട്ട് E20 ക്യാമ്പയിനും മാറുകയാണ്. ഒരു മിനിറ്റ് കഴിയുന്നതോറും ആയിരക്കണക്കിന് ആളുകളാണ് ഫോളോവേഴ്സായി ചേരുന്നത്. നേരത്തെ നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരംഭിച്ചപ്പോൾ 24 മണിക്കൂറിൽ 15,000-ഓളം പേർ മാത്രമാണ് ഫോളോവേഴ്സ് ലഭിച്ചതെങ്കിൽ അത് മെയ് 21 ആകുമ്പോഴേക്കും 14 മില്യൺ ഫോളോവേഴ്സ് CJPക്കൊപ്പം ചേർന്നിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ E20 ക്യാമ്പയിൻ ഒരു തരംഗമായി പടർന്നു പിടിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഈ E20 ക്യാമ്പയിൻ പോകുന്നത്. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തിനായാണ് E20 ജനതാ പാർട്ടി പോരാടുന്നത്. സ്വന്തം വാഹനത്തിന്റെ ഇന്ധന ടാങ്കുകൾക്ക് എന്താണ് പോകേണ്ടതെന്ന് ഉപഭോക്താക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് എക്സിലെ ബയോയായി EJP കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഈ E20 ക്യാമ്പയിനിലൂടെ ഇവർ ഉന്നം വയ്ക്കുന്നത് കേന്ദ്രമന്ത്രി ഗഡ്കരിയെയാണ് എന്നാണ് ലക്ഷ്യം. അതായത് സൂചന, അതായത് ഈ എഥനോൾ കലർന്ന പെട്രോൾ വിൽക്കുന്നതിനെ പൂർണ്ണ പിന്തുണ നൽകിയ കേന്ദ്രമന്ത്രിയാണ് ഗഡ്കരി. ആ ഗഡ്കരിയാണ് E20 ക്യാമ്പയിൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഫോളോവേഴ്സ് ഓരോ മിനിറ്റ് തോറും E20 ക്യാമ്പയിൻ വരികയാണ്. ഓരോ മിനിറ്റിലും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. CJPയുടേത് തന്നെ മാതൃകയിലാണ് EJPയും വരുന്നത്. അന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് നഗരങ്ങളിലേക്ക് അതോടൊപ്പം തലസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ ജന്തർ മന്ദറിലെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. EJPയുടെ ഭാവി എന്താകുമെന്നറിയില്ല. പക്ഷേ ജെൻസി ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ക്യാമ്പയിനും എന്നതാണ്